നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം ഇൻസ്പയർ ചെയ്ത ഒരാളാണ് ഡോക്ടർ APJ അബ്ദുൾ കലാം. അദ്ദേഹത്തിന്റെ പ്രചോദനാത്മകമായ 10 കോട്ട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമ്പർ 1, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം. എന്താണ് അദ്ദേഹം ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ജീവിതത്തെക്കുറിച്ച് ഒരു ദർശനം ഉണ്ടായിരിക്കേണ്ടതിന്റെയും മഹത്തായി എന്തെങ്കിലും ആഗ്രഹിക്കുന്നതിന്റെയും പ്രാധാന്യമാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. നമ്പർ 2, ആദ്യ വിജയത്തിന് ശേഷം വിശ്രമിക്കരുത്. കാരണം രണ്ടാമത്തേതിൽ നിങ്ങൾ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ആദ്യ വിജയം ഭാഗ്യമാണെന്ന് പറയാൻ കൂടുതൽ ചുണ്ടുകൾ കാത്തിരിക്കുന്നു. മുൻകാല നേട്ടങ്ങളിൽ നാം വിശ്രമിക്കാതെ മികവിനായി പരിശ്രമിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം ഈ കോട്സിലൂടെ നമുക്ക് നൽകുന്നത്. നമ്പർ 3, നമുക്കെല്ലാവർക്കും തുല്യതകളില്ല. പക്ഷേ നമ്മളുടെ കഴിവുകൾ വികസിപ്പിക്കാൻ എല്ലാവർക്കും തുല്യ അവസരമുണ്ട്. സഹജമായ കഴിവിനേക്കാൾ കഠിനാധ്വാനത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും മൂല്യത്തെ ഇത് അടിവരയിട്ട് പറയുന്നു. നമ്പർ 4, നിങ്ങൾക്ക് സൂര്യനെ പോലെ പ്രകാശിക്കണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തുക. എന്താണ് ഇതിന്റെ അർത്ഥം? വെല്ലുവിളികളെ അതിജീവിക്കാനും മഹത്വം കൈവരിക്കാൻ കഠിനാധ്വാനം ചെയ്യാനുമുള്ള ഒരു പ്രോത്സാഹനം. നമ്പർ 5, സ്വപ്നം സ്വപ്നം സ്വപ്നം. സ്വപ്നങ്ങൾ ചിന്തകളായി രൂപാന്തരപ്പെടുന്നു, ചിന്തകൾ പ്രവർത്തനത്തിൽ കലാശിക്കുന്നു. ഇത് വലിയ സ്വപ്നം കാണാനും ആ സ്വപ്നങ്ങളെ പ്രവർത്തനത്തിലൂടെ യാഥാർത്ഥ്യമാക്കാനും നമ്മുടെ ശക്തിയെ പ്രചോദിപ്പിക്കുന്നു. നമ്പർ 6, നിങ്ങളുടെ ദൗത്യത്തിൽ വിജയിക്കുന്നതിന് നിങ്ങളുടെ ലക്ഷ്യത്തോടുള്ള ഏക മനസ്സുള്ള ഭക്തി ഉണ്ടായിരിക്കണം. വിജയം കൈവരിക്കുന്നതിൽ ശ്രദ്ധയുടെയും അർപ്പണബോധത്തിന്റെയും പ്രാധാന്യമാണ് ഇത് എടുത്തു കാട്ടുന്നത്. നമ്പർ 7, വിജയിക്കാനുള്ള എന്റെ ദൃഢനിശ്ചയം വേണ്ടത്ര ശക്തമാണെങ്കിൽ പരാജയം എന്നെ മറികടക്കുകയില്ല. തിരിച്ചടികൾക്കിടയിലും ദൃഢതയെക്കുറിച്ചും നിശ്ചയദാർഢ്യത്തെക്കുറിച്ചുമുള്ള പ്രചോദനാത്മകമായ സന്ദേശം. നമ്പർ 8, നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് ത്യജിക്കാം. അതിലൂടെ നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി നാളെ ലഭിക്കും. എന്താണ് ഇതിന്റെ അർത്ഥം? വരും തലമുറയ്ക്ക് നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുവാനുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ഇതിൽ നിന്നും പ്രതിഫലിക്കുന്നത്. നമ്പർ 9, മനുഷ്യന് അവന്റെ ബുദ്ധിമുട്ടുകൾ ആവശ്യമാണ്. കാരണം അവ വിജയം ആസ്വദിക്കാൻ അനിവാര്യമാണ്. നമ്മുടെ നേട്ടങ്ങളെ വിലമതിക്കാൻ വെല്ലുവിളികൾ അനിവാര്യമാണെന്ന് ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്പർ 10, ശ്രേഷ്ഠത ഒരു തുടർച്ചയായ പ്രക്രിയയാണ്, അപകടമല്ല. ഇതിൽ നിന്നും അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത്? നിരന്തര പരിശ്രമത്തിലൂടെയും പ്രതിബദ്ധതയിലൂടെയുമാണ് മികവ് കൈവരിക്കുന്നതെന്ന് അദ്ദേഹം ഈ കോട്സിൽ നിന്ന് ഊന്നി പറയുന്നു. അദ്ദേഹം ഒരുപാട് കോട്സ് നമുക്കായി നൽകിയിട്ടുണ്ട്. അതിൽ നിന്നും ഏതാനും കോട്സ് മാത്രമാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവയെല്ലാം തന്നെ ഡോക്ടർ APJ അബ്ദുൾ കലാമിന്റെ ജീവിതം, വിജയം, സ്ഥിരോത്സാഹം എന്നിവയെക്കുറിച്ചുള്ള അഗാധമായ ഉൾക്കാഴ്ചകൾ ഉൾക്കൊള്ളുന്നു. ഇവ ഇന്നും ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നു. നിങ്ങൾക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്താനായി ഷെയർ ചെയ്യുക. താങ്ക് യു. വീണ്ടും കാണാം.